കാരണം ഞാൻ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റാത്ത ആളായിരുന്നു. കാരണം 7ാം ക്ലാസ് വരെ ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം എനിക്കുണ്ടായിരുന്നു. 7ാം ക്ലാസ് വരെ എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് നന്നായി പഠിക്കണമെന്ന ആഗ്രഹം മിടുക്കനായിട്ടുള്ള ഇഷ്ടമുള്ള കുട്ടികളുണ്ട്. ഏറ്റവും നല്ല മാർക്കും എനിക്കായിരുന്നു 7ാം ക്ലാസ് വരെ. 8ാം ക്ലാസ് വരെ പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ക്ലാസ്സിലുണ്ടാവാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഞാൻ ധൈര്യമായി കട്ട് ചെയ്ത് കൊടുക്കും. ജീവിത പരിസരങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ അത് എന്താണ് നമ്മൾക്ക് ഒരാൾക്ക് പറയാനുള്ളത് എന്ന് പറയാമെങ്കിൽ അടുത്ത കാലത്ത് ലോകത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും ശ്രദ്ധേയമായൊരു കാഴ്ച നിങ്ങൾ സിനിമയുടെ കാഴ്ചയിലൂടെ കാണുമ്പോൾ ഒരു പത്രത്തിലൂടെയോ അതോ ഒരു ടിവിയിലൂടെയോ കാണുന്ന ഏറ്റവും വലിയ കാഴ്ച ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ കാലിലിരിക്കുന്ന വില കൂടിയ ചെരുപ്പുകൾ വലിച്ചെറിയാൻ കൂടി ആണ് എന്നുള്ളത്. അത് എത്ര പേരെ ഒരാളുടെ ജീവിതത്തെ ഒരു ശരീരത്തിനെ നശിപ്പിച്ചുകൊണ്ട് എത്ര സ്ഥലത്തേക്കുള്ള അടയാളപ്പെടുത്തലായി മാറി എന്നുള്ളത് പ്രസക്തമാവുന്ന ഒരു വലിയ കാര്യമാണ്. ആരെയാണ് ഒരു ജനതയുടെ മേലെ ഒരു സംസ്കാരത്തെ ആ കാഴ്ചയെ ആരാണ് എന്തിൻ്റെ പുറത്താണ് ആക്രമിക്കപ്പെടുന്നതിൻ്റെ എതിരെയാണ് ഒരു പ്രവർത്തകൻ അത് ചെയ്തത്. ഒരു പത്രപ്രവർത്തകൻ എന്നല്ല, ഒരു മനുഷ്യൻ അത് ചെയ്തത്. അത് ചിലത് നമ്മൾ തിരസ്കരിക്കുമ്പോഴാണ് നമ്മൾക്ക് ചില വേണമെങ്കിൽ തയമ്പുകൾ ഉണ്ടാവുള്ളൂ. എങ്കിൽ അത് ചില പ്രാർത്ഥനകളോടെ നമ്മൾ മണ്ണിൽ മുട്ടുമ്പോഴാണ് നെറ്റിയിൽ ഒരു നിസ്കാര ടൈം ഉണ്ടാവുക.